ഹായ് ഡിയർ സുഗമോദേവി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദനാണെങ്കിൽ ദേവിയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുമോ ദേവികയെ? എത്ര കാലമായി നീ ഇവിടെ വന്ന് നിൽക്കുന്നു? ഇനിയിപ്പം എന്തിനാ വീട്ടിലോട്ട് വരാതിരിക്കുന്നത്? നിനക്ക് എന്താ എൻ്റെ വീട്ടിലോട്ട് വന്നൂടെ ദേവിക എന്നൊക്കെ ചോദിച്ച് നന്ദനാണെങ്കിൽ ദേവിയുടെ പിന്നാലെ തന്നെയാണ് ഇപ്പോഴും. അതിനുശേഷമാണ് ദേവിക പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരണം? നിങ്ങൾ മനസ്സിൽ കയറ്റി വെച്ച ഒരാളുണ്ടല്ലോ, ഇസബെല്ല, അവളവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, പിന്നെയും ഇത് തന്നെ വന്ന് ചോദിക്കുന്നത് എന്തിനാണ് ദിവസം ദിവസം? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ നന്ദനാണെങ്കിൽ ദേവിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഒരുപാട് വെറുത്തു പോയി അല്ലേ ദേവിയെ? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇതൊക്കെയെന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നന്ദനാണെങ്കിൽ നമ്മുടെ അരുന്ധതിയെ കണ്ടുമുട്ടുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയിലാണ് അരുന്ധതി ആണെങ്കിൽ നമ്മുടെ നന്ദനെ കാണുന്നത് തന്നെ. നന്ദനാണെങ്കിൽ ജീവിതം മൊത്തം തകർന്നൊരവസ്ഥയിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഋഷിയോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നീ കാരണം അവരുടെ ജീവിതമാണ് ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് പ്രതികാരങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ നീ ചെയ്യേണ്ടത് ആരോടെന്നും നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, പ്രഭാവതിയോട്. ആ പ്രഭാവതിയും അവളുടെ വീട്ടുകാരും എല്ലാം തന്നെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു മോനെ. ഇനിയും നീ അവരെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഋഷി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാണ്. ഞാനോ ഇന്ന് നന്ദനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു. പക്ഷേങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ ഇതായിട്ട് അറിയില്ല. അവരെ ദ്രോഹിക്കണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ അത്രയേറെ സ്നേഹിച്ച ഒരാളെ അവരെല്ലാവരും കൂടെ ഇല്ലാതാക്കി. അപ്പോൾ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, ആരും തന്നെ ആരെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതൊക്കെ അറിയാതെ സംഭവിച്ചതാണെന്ന് അവർ പലവട്ടം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നിട്ടും വീണ്ടും വീണ്ടും അവരെ ദ്രോഹിക്കുന്നത് നമ്മളാണ്. എന്തായാലും നീ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കെവിനോടും ഇസബെല്ലയോടും നിർത്താൻ വേണ്ടി പറയണം. അപ്പോൾ നമ്മുടെ ഋഷിയാണെങ്കിൽ നമ്മുടെ ഇസബെല്ലയോട് വിളിച്ച് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ നിർത്തിയേക്ക്. ഇതുവരെ തുടങ്ങി വെച്ചതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം ഇസബെല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, നിനക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ എല്ലാം അവസാനിക്കാൻ തയ്യാറാവും ഋഷി. പക്ഷേ എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. നന്ദനെ സ്വന്തമാക്കും വരെ എല്ലാ നാടകവും തുടരുക എന്നേ ചെയ്യും. കാരണം നന്ദൻ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിനക്ക് ആ കാര്യം നന്നായിട്ട് അറിയാലോ. നന്ദനെ ഒരുപാട് സ്നേഹിച്ചത് ഞാൻ മാത്രമാണ്. ആ ദേവിക വരുന്നതിൻ്റെ മുന്നേ എനിക്ക് അവന് ജീവനായിരുന്നു. അവൾ വന്നതുകൊണ്ടാണ് എനിക്കിന്ന് നന്ദനെ നഷ്ടമായത്. എല്ലാ കാര്യങ്ങളും എനിക്ക് നന്ദനോട് തുറന്നു പറയണം. നന്ദൻ എൻ്റേത് മാത്രമാവണം. അന്ന് മാത്രമേ ഈ നാടകം അവസാനിക്കുകയുള്ളൂ. നീ മരിച്ചെന്ന് അവൻ ഇപ്പോഴും വിശ്വസിച്ചാൽ മാത്രമേ അവൻ ദേവിയായിട്ട് അകലുകയും ദേവിക അവനെ വെറുക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് നിൻ്റെ സഹായം എനിക്ക് ആവശ്യമാണ് എന്നൊക്കെ ഋഷിയോട് പറയുന്നുണ്ട്. ഋഷിയാണെങ്കിൽ ഒന്നും പറയാതെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നന്ദനാണെങ്കിൽ നമ്മുടെ ഇസബെല്ലയെ വിളിച്ചു വരുത്തുന്നുണ്ട്, ഞാൻ ഋഷിയെ ഇന്ന് കണ്ടിരുന്നു. അവൻ മരിച്ചതല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ കാണാൻ വഴിയുണ്ടാവുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തെങ്കിലുമൊക്കെ കള്ളം നീ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ ഇസബെല്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസബെല്ല പറയുന്നുണ്ട് നന്ദനോടായിട്ടാണെങ്കിൽ, ഞാനൊരു കള്ളവും മറച്ചു വയ്ക്കുന്നില്ല നന്ദ. എന്തിനാണ് ഞാൻ നിന്നെ പറ്റിക്കുന്നത്? നിനക്ക് എന്നെ അത്ര പോലും വിശ്വാസമില്ല ഈ സൗഹൃദത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദനാണേ പറയുന്നുണ്ട്, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. മരിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ കാണുന്നത്? അതും അയാൾ രാവിലെയാണ് വന്നത്. അയാളെപ്പോലെ തന്നെയാണ് നീ വേറൊരാളെ കണ്ടതെങ്കിലോ എന്ന് ഇസബെല്ല ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതിനൊരു വഴിയുമില്ല. കാരണം ഞാൻ ഋഷിയെ തന്നെയാണ് കണ്ടത്. ഋഷി മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുകയാണ്. ഋഷിയെ കണ്ടതിൽ ഉടൻ തന്നെ ഞാനാണെങ്കിൽ ആ കാറിൽ പിന്നാലെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ ആ കാറ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ നന്ദനാണെങ്കിൽ ഇസബെല്ലയോട് ചോദിക്കുന്നുണ്ട്. ഇസബെല്ലയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. കാരണം നാടകങ്ങളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും നന്ദൻ അറിഞ്ഞാൽ ഇസബെല്ലയെ നന്ദൻ വെറുക്കും. പിന്നെ ഇസബെല്ല ആഗ്രഹിച്ച പോലെ തന്നെ നന്ദൻ്റെ കൂടെ ജീവിക്കാനും കഴിയില്ലെന്ന് ഇസബെല്ലയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇസബെല്ല പറയുന്നുണ്ട്, അത് ഋഷിയൊന്നും ആയിരിക്കില്ല. എന്തായാലും അവൻ മരിച്ചെന്ന് നീയും ക്യൂനും കൂടെ ആണല്ലോ പറഞ്ഞത്. പിന്നെ എന്താ അവനിപ്പോൾ ജീവിച്ചിരിക്കുമോ? നീ എന്തൊക്കെയാണ് നന്ദ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നന്ദനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇസബെല്ല ആണെങ്കിൽ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ ഇസബെല്ല പറയുന്നുണ്ട്, എന്തായാലും ആ കാര്യങ്ങളൊക്കെ വിട്, നിനക്ക് ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഋഷി മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ ഗിരീശനോടൊക്കെ സിദ്ധാർത്ഥനും വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല. കാരണം ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉണ്ടായതാണ് നന്ദനാണെങ്കിൽ. അവൻ ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവനെ രക്ഷിക്കാൻ പോലും അച്ഛനായി എനിക്ക് കഴിയുന്നില്ലല്ലോ ഗിരീഷ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ. എല്ലാ സത്യങ്ങളും തെളിയും സാറ് പേടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗിരീഷാണെങ്കിൽ. അതിനുശേഷം ഗിരീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഇസബെല്ലയും കെവിനും അത്ര വലിയ നല്ല ആളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇസബെല്ലയ്ക്കാണെങ്കിൽ നമ്മുടെ നന്ദനെ തട്ടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ദേവികയെ അവിടുന്ന് സ്ഥാനം മാറ്റി ഇസബെല്ലയ്ക്ക് അങ്ങോട്ടേക്ക് വരണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇസബെല്ലയെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും, ആ കെവിനെയും. എന്തായാലും ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയാൽ തന്നെ നമ്മുടെ ജീവിതം ആപത്താവും. അതുകൊണ്ട് സിദ്ധാർത്ഥൻ സാറ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കോ, അതായിരിക്കും നന്ദൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. എൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് നമ്മുടെ
സിദ്ധാർത്ഥനോടായിട്ടാണെങ്കിൽ. അപ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ നമ്മുടെ അതിനുശേഷം കെവിനെയും ഇസബെലിനെയും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ പ്രഭാവതിയുടെ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ലല്ലോ, അവർ നല്ല ആൾക്കാരാണല്ലോ, അവരെന്തായാലും നമ്മുടെ മോനെ സഹായിക്കാനാണല്ലോ വന്നത്, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സിദ്ധു, അങ്ങനെ തന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, ദേവിയ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ സിദ്ധു ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊന്നുമല്ല, എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും അവരിങ്ങനെയാണ് അറിയുന്നത്. നീ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇസബെല്ലയുടെ മുഖത്തുള്ള മാറ്റങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ, ഇതെല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ ചതി നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ കെവിനുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മുടെ ദേവികയാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ മാധവേട്ടനാണെങ്കിൽ ശാരികയോട് പറയുന്നുണ്ട്, മൂത്ത ആളുടെ അവസ്ഥ നീ കണ്ടല്ലോ, അതുപോലെയൊന്നും പോയി പെടരുത്, അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അച്ഛനോട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാരികയ്ക്കാണെങ്കിൽ കെവിനോട് യാതൊരു സ്നേഹവും ഇല്ല, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എന്തൊക്കെയോ ചതി മണത്തത് കൊണ്ട് തന്നെയാണ് ശാരികയാണെങ്കിൽ കെവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. അതൊക്കെ വീട്ടുകാരോട് പറയാൻ ഇപ്പം സമയമായിട്ടില്ല, അതുകൊണ്ട് എന്തായാലും ഞാൻ പിന്നീട് പറഞ്ഞോളാം എന്നൊക്കെ നമ്മുടെ ശാരികയാണെ പറയുന്നുണ്ട്. എനിക്ക് ആരോടും തന്നെ ഒരു ഇഷ്ടമില്ല അച്ഛാ, അച്ഛൻ അതാലോചിച്ച് പേടിക്കണ്ട, അച്ഛൻ പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ, ഒരു കുഴിയിലും ഞാൻ പോയി ചാടില്ലെന്നൊക്കെ നമ്മുടെ ശാരിക പറയുന്നുണ്ട്. അതിനുശേഷം പ്രഭാവതിയും അരുന്ധതിയും കണ്ടുമുട്ടുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ പ്രഭാവതിയോട് എല്ലാ സത്യവും വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷെങ്കിൽ തൻ്റെ മകൻ ആപത്താവും എന്നുള്ള പേടി കൊണ്ട് തന്നെ അരുന്ധതി ആണെങ്കിൽ മകൻ കുടുങ്ങുമെന്ന് പേടിയായതുകൊണ്ട് തന്നെ അരുന്ധതിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അതിനുശേഷം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഋഷിയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നിർത്താൻ വേണ്ടി നീ വീണ്ടും പറയണം. അപ്പോൾ നമ്മുടെ ഋഷിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇസബെല്ലയോട് നിർത്താൻ വേണ്ടി എല്ലാം പറഞ്ഞിട്ടുണ്ടമ്മേ, അവളാണെങ്കിൽ ഒന്നും പറയാതെ തന്നെയാണ് കോള് കട്ട് ചെയ്തത്, എന്താവുമെന്നൊന്നും എനിക്കറിയില്ല, അവൾക്ക് നന്ദനെ വേണമെന്നാണ് പറയുന്നത്, നന്ദനെ കിട്ടാതെ അവൾ ഇനിയൊന്നും ആ കളി നിർത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് നമുക്കറിയില്ലല്ലോ അമ്മേ, എന്തായാലും ഞാൻ വരുത്തി വെച്ചതല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ ആർക്കും ഒരു കുഴപ്പമില്ലാതെ തന്നെ ഞാനിതെല്ലാം അവസാനിപ്പിച്ചോളാം, അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇത്രയും കാലം അവരെ ദ്രോഹിച്ചതിൽ ഇപ്പം ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്, ആ നന്ദൻ്റെ അവസ്ഥ ഞാൻ ഇപ്പോൾ വളരെയധികം തന്നെ കണ്ടു, എന്തായാലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചെനിക്ക് കിട്ടില്ലല്ലോ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അമ്മ പറഞ്ഞതുപോലെ ദേവിക തന്നെയാണ് എന്നെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചത്, ആളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയിട്ട് ഞാൻ എന്തൊരു മണ്ടനാണമ്മേ, ഇത്രയും ദ്രോഹിക്കാൻ ഞാൻ എവിടെ നിന്നാണ് പഠിച്ചത്, എല്ലാം എൻ്റെ തെറ്റാണെന്ന് ഋഷി ഏറ്റു പറയുന്നുണ്ട് അരുന്ധതിയോടാണെങ്കിലും. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കും. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബൈ.